എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ബ്ലെസ്സിങ്സോട് കൂടിയിട്ടാണ് തുടക്കം. അതേപോലെ ബിഗ് കാൻഡിഡ് എനർജിയാണ് ത്രോട്ട് ചക്ര, പ്രയോറിറ്റീസ്, അതുപോലെ തന്നെ ഡിവൈൻ സപ്പോർട്ട്, ഡിലൈറ്റ്, നർച്ചർ. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു മാസം എന്ന് തന്നെ പറയാം. ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിലൂടെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു അനുഗ്രഹം ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നതായിരിക്കാം, ജോലിയിൽ ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതാവാം, ശമ്പള വർധനവാവാം. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ഹസ്ബൻഡിനോ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒരു പുതിയ ജോലിയോ നല്ലൊരു ജോലിയോ ഉയർന്ന ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് കുടുംബത്തിൽ പൊതുവേ ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പൊതുവേ അടുത്തിടയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ നിങ്ങളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം പൊതുവേ സാമ്പത്തികമായിട്ടൊരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി വലിയ പരിമിതികളൊന്നും ഇല്ലാതെ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ത് പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കലാപരമായിട്ട് കഴിവുകളുള്ള ആളാണ് എങ്കിൽ കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അതൊരു നിങ്ങളുടെ പാഷനോ ബിസിനസ്സോ ആക്കി മാറ്റി അതിലൂടെ ഒരു വരുമാനം നേടുന്നതായിട്ട് ഉള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ജീവിതത്തിൽ പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നതായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ ജീവിത സാഹചര്യം, ജീവിത രീതി, പലരെയും സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പല പല പുതിയ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ പുതിയ രീതിയിൽ വീട്ടിൽ മൊത്തത്തിലൊരു മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ ആയിട്ടുള്ള, ചിലപ്പോൾ ഗാർഡനിങ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഗാർഡനിൽ തന്നെ ഒരു മൊത്തത്തിൽ മാറ്റം വരുത്തുന്നുണ്ടാവും. നിങ്ങളുടെ മുറികളിൽ അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെ പല പല മാറ്റങ്ങൾ കുടുംബത്തിലാണെങ്കിലും ജോലിയിലും വരുന്നതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതായിരിക്കാം ഈ ഒരു ബ്ലെസ്സിങ്. ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്തയോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് എന്ന് പറയാം. അതേപോലെ തന്നെ പൊതുവിൽ ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയോട് കൂടിയിട്ട്, അതായത് എന്തും ഏതും അങ്ങനെ മനസ്സിൽ ഒന്നും ഒളിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുന്നതൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതുപോലെ ആരോടും സംസാരിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ വളരെ കൺവിൻസിങ് ആയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു മാസം സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നു. കാരണം നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യവും കേൾക്കുന്ന ആളുകളെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെയിൽസ് മാർക്കറ്റിങ്ങിലുള്ളവർക്കൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾക്കെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തുറന്ന മനസ്സോട് കൂടിയിട്ട് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഒരു ഊഷ്മളത നിലനിർത്തുന്നുണ്ട്. പുതിയ പുതിയ സൗഹൃദങ്ങൾ, പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ ഒരു പോസിറ്റിവിറ്റി, അതായത് വികാരപരമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് ഫീൽ ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഇമോഷണലി മെൻ്റലി വളരെയധികം നല്ല സന്തോഷം, അതായത് നിങ്ങളുടെ മനസ്സിലൊന്നും എടുത്തു വയ്ക്കാതെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയും ആളുകൾ നല്ല രീതിയിൽ അത് എടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫീൽ ഗുഡ്, ഇമോഷണലി നല്ലൊരു സന്തോഷം തരുന്ന ഒരു മാസം തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ
സ്വയം, അതായത് പൊതുവേ സ്വയം പഴിചാരുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു പരിപാടി ഈ ഒരു മാസത്തിൽ കാണുന്നില്ല. നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടുന്നു. ഇപ്പം നമ്മൾ പറയില്ല, നമ്മൾ പൊതുവേ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് സ്വാർത്ഥതയായിട്ടായിരിക്കും ആളുകൾ പറയുക. നമുക്ക് മക്കളുള്ളവരാണെങ്കിൽ മക്കളെ ആയിരിക്കണം ഇഷ്ടം, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ മാത്രമാണെങ്കിൽ ഹസ്ബൻഡിനെയോ വൈഫിനെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ മറ്റുള്ളവരൊക്കെ ഇഷ്ടമാണെന്ന് പറയാം. എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയരുത് എന്നുള്ളൊരു രീതിയാണ് പൊതുവേ പലരും വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നില്ല, സെൽഫിഷ് ആണ് എന്നുള്ളതല്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം, നിങ്ങളുടെ ചിലപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈൽ, നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടില്ലാത്തൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സ്, ബാഗ്, ഒരു വാലറ്റ്, എന്തെങ്കിലും നിങ്ങൾ അതുപോലത്തെ ഒരു ഷൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ പൊതുവേ പുറത്തു പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് പൊതുവേ നാട്ടിലത്തെ ഒരു രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇഷ്ടം അനുസരിച്ച് വൈഫ് ചെയ്യുന്നു എന്നുള്ളതാണ്. വൈഫിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഹസ്ബൻഡ് ചെയ്യുന്നവരും ഉണ്ട്, പേഴ്സൻറ്റേജ് കുറവാണെങ്കിലും. എന്തായാലും അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അച്ഛനമ്മമാരും ആ ഒരു ത്യാഗം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അനാവശ്യ ത്യാഗത്തിൻ്റെ ആവശ്യമില്ലാതെ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അനാവശ്യമായിട്ട് ഒരാൾക്ക് കുറച്ച് കഴിച്ചാൽ വേണ്ടാത്തടത്തുള്ള പിശുക്ക്, ഇതൊക്കെ നിങ്ങൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. സെൽഫ് കെയർ, സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഡിവൈൻ സപ്പോർട്ടാണ്. വളരെയധികം ഒരു ദൈവികമായിട്ടുള്ള അനുഭൂതി നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. ദൈവാനുഗ്രഹം, ബ്ലെസ്സിങ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ബ്ലെസ്സിങ്സ് ഒത്തിരിയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ ഒരു അനുഗ്രഹത്തോട് കൂടിയിട്ടാണ്, ഗുഡ് ന്യൂസാണ് കേൾക്കുന്നത്. ആ ഒരു തുടക്കത്തിൽ മാത്രമായിരിക്കില്ല, ഈ ഒരു മാസത്തിൽ പല പല കൊച്ചു കൊച്ചു സന്തോഷമാണെങ്കിലും വലിയ സന്തോഷങ്ങളും ഒക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവാനുഗ്രഹം ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ ഒരു മാസം മാനിഫെസ്റ്റിംഗ് മന്താണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ച പോലെ നടക്കുന്നപ്പോൾ ചിന്തകളെ നിയന്ത്രിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക. നിങ്ങളോട് തന്നെ, അതേപോലെ തന്നെ അത് വിഷ്വലൈസ്, അത് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, നെഗറ്റീവിൽ നിന്ന് മാറാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, മാറുക. കാരണം ജീവിതത്തിലേക്ക് സന്തോഷവും ഒത്തിരി സന്തോഷിക്കുന്ന, ഒത്തിരി ചിരിക്കാൻ, ഒത്തിരി ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു മാസം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ആഘോഷങ്ങളുടെ, ഉത്സവങ്ങളുടെ ഒരു സമയമാണ്. ഫാമിലിയായിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു, നിങ്ങളെ ആസ്വദിക്കാൻ തുടങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അതേപോലെ പുതിയ ജോലി ലഭിക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി കോമ്പറ്റീഷൻസോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളവർ ആ കോമ്പറ്റീഷനും സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് അകന്നി മാറി നിൽക്കുന്നുണ്ട്. കാരണം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ചിലപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സംതൃപ്തി. ഈ ഒരു വെക്കേഷൻ ആദ്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരിടത്തേക്ക് പോകുന്നു എന്നുള്ളത് എൻ്റെ സംതൃപ്തി ആവാം. നർച്ചറിങ് അതാണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാവാം. അതേപോലെ തന്നെ കുട്ടികൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ കുട്ടികളോടൊപ്പം ഒത്തിരി സമയം നിങ്ങൾക്ക്, ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം കുട്ടികളോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്ന് പറയും. പിന്നെ പലരെയും സംബന്ധിച്ച് പറയാനുള്ള ഹീലിംഗ് ആണ്.
ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് അസ്വാസ്ഥ്യം, സ്ട്രെസ്സ് അല്ലെങ്കിൽ ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉള്ളവരൊക്കെ അത് ഹീൽ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. കുട്ടികളോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുന്നത് അത് ഹീൽ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.